ഒരു നഞ്ചക് ഹിറ്റിന് 1500 പൗണ്ട് വരെ പ്രൊഡ്യൂസ് ചെയ്യാനാകും. ഒരു മനുഷ്യന്റെ തലയോട്ടി പൊട്ടിച്ചു കളയാൻ കേവലം 8 മുതൽ 10 വരെ പൗണ്ട് മാത്രം മതി. നഞ്ചക് എത്രത്തോളം അപകടകാരിയാണെന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. വിദ്യാർത്ഥി സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ഷഹബാസിന് നഞ്ചക് ഉപയോഗിച്ചുള്ള ആക്രമണത്തിനാണ് ഗുരുതരമായി പരിക്കേറ്റത് എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് കിഴക്കൻ ഏഷ്യൻ ആയോധന കലകളുടെ പരമ്പരാഗത ആയുധമായ നഞ്ചക് വീണ്ടും ചർച്ചകളിൽ നിറയുന്നത്. പറവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം നഞ്ചക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി കുട്ടികൾ ഏറ്റുമുട്ടിയതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ബ്രൂസ്ലി സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളിൽ നിന്നും മലയാളത്തിൽ ബാബു ആന്റണിയുടെ സ്ഥിരം ആയുധമായും അടുത്തിടെ RDX എന്ന ചിത്രത്തിൽ നീരജ് മാധവ് ഉപയോഗിക്കുന്നത് കണ്ടും നഞ്ചക് നമുക്ക് പരിചിതമാണ്. ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പിടിയിലായ വിദ്യാർത്ഥി നഞ്ചക്കിന്റെ ആക്രമണ രീതി പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ്. അത്ര എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ആയുധമാണോ നഞ്ചക്? ഇരുതല മൂർച്ചയുള്ള ഒരു വാളിനേക്കാൾ അപകടകാരിയായ നഞ്ചക് എന്ന ആയുധം യഥാർത്ഥത്തിൽ ആയോധന കലയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു ആയുധമായിരുന്നില്ല. ചൈന, മംഗോളിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഗോത്രവർഗ കർഷകർ ധാന്യങ്ങൾ മെതിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാർഷിക ആയുധമായിരുന്നു അത്. കൃത്യമായി പറഞ്ഞാൽ ജപ്പാനിലെ ഒക്കിനാവയിലാണ് നഞ്ചക്കിന്റെ ജനനം. പക്ഷേ വെടിയുണ്ടയേക്കാൾ മാരകമായി ഒരു മനുഷ്യനെ ഒരു നിമിഷം കൊണ്ട് കൊല്ലാൻ പറ്റുമെന്നതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും ഗ്യാങ് വാറുകൾ നടക്കുമ്പോൾ മനുഷ്യരെ കൊല്ലാൻ നഞ്ചക് വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും നഞ്ചക് ഒരു നിരോധിത വസ്തുവാണ്. ഒരു നിമിഷം കൊണ്ട് ഒരു മനുഷ്യായുസ് കവർന്നെടുക്കാൻ കഴിവുള്ള ആയുധമാണ് നഞ്ചക്. സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളിന്റെ ജീവനും കവർന്നെടുക്കപ്പെടാം. സിനിമയിലെ ആക്ഷൻ രംഗങ്ങളിൽ പോലും ഒരിക്കലും ഒറിജിനൽ നഞ്ചക് ഉപയോഗിക്കാറില്ല. ഒരാളെ ആക്രമിക്കുന്ന രംഗങ്ങളൊക്കെ മിക്കവാറും ഡമ്മി നഞ്ചക് ഉപയോഗിച്ച് തന്നെയാകും ചിത്രീകരിക്കുക എന്നിരിക്കെയാണ് ഇവിടെ ഒരു വിദ്യാർത്ഥി യൂട്യൂബ് നോക്കി പഠിച്ച് സഹവിദ്യാർത്ഥിയെ നഞ്ചക് ഉപയോഗിച്ച് ആക്രമിച്ചത്.